കണ്ടേൻ വിഷ്ണു സഹസ്രനാമമഖിലം വായിച്ചറിഞ്ഞേൻ ദൃഢം. പണ്ടേ തന്നെ ഇതാദി കേശവനുടെ സസ്സോദരീ സത്യമായി എൻ ഗാനങ്ങളിലങ്ങു ചേർത്തു നലമോടാലാപനം ചെയ്കയാൽ എൻ ചിത്തം കുളിരാർന്നുഹ സുഹൃതി നീ എന്നാറ്റുകാലീശ്വരീ. ദേവീ ശരണം അമ്മേ സർവത്ര. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായമാണ് തുളസീചരിതം നമ്മൾ പറഞ്ഞ് നിർത്തിയത്. തുളസി മാഹാത്മ്യം, സാളഗ്രാമത്തിൻ്റെ മാഹാത്മ്യമൊക്കെയാണ് അവിടെ എടുത്തു പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ 25-ാമത്തെ അധ്യായമാണെന്ന് അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. തുളസി പൂജന വിധികളെയാണ്, തുളസി പൂജയുടെ വിധികളെയാണ് ഇവിടെ നാരദൻ ചോദിച്ചതനുസരിച്ച് സൂതൻ ശ്രീനാരായണ ഋഷി പറഞ്ഞു കൊടുക്കുന്നത്. നാരദ ഉവാച തുളസീ ച യഥാ പൂജ്യാകൃത്യ നാരായണ പ്രിയാ തസ്യാ അസ്യാ പൂജാ വിധാനാം ച സ്തോത്രം ച വദ സാമ്പ്രതം. നാരായണപ്രിയാണ് തുളസി എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ആ തുളസി എന്നാണ് പൂജനീയായി തീർന്നത്. അവളുടെ പൂജാവിധാനവും സ്തോത്രവും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരൂ. ആരാണ് അവളെ ആദ്യമായി പൂജിച്ചത്, സ്തുതിച്ചത്, എന്തുകൊണ്ടാണ് സംപൂജിയായി തീർന്നത് എന്നുള്ളതെല്ലാം എനിക്ക് ദീർഘമായിട്ട് പറഞ്ഞു തരണമെന്ന് നാരദൻ ചോദിച്ചപ്പോഴാണ് ശ്രീനാരായണ ഋഷി അതിനുള്ള ഉത്തരം പറയാൻ തുടങ്ങണു. ഹരിസംഭൂജ്യ തുളസീം രേമേ രമയാ സഹ രമാസമാന സൗഭാഗ്യം ചകാര ഗൗരവേണ ജ. ശ്രീഹരി തുളസിയെ പൂജിക്കുകയും അവളോടുകൂടി രമിക്കുകയും അവളെ രമയ്ക്ക് തുല്യം കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ഹരിയുമായി അവൾക്കുണ്ടായ സംഗമം, ഹരി അവൾക്ക് നൽകിയ സ്നേഹ ബഹുമാനങ്ങൾ ലക്ഷ്മിയും ഗംഗയും ഒരുവിധം സഹിച്ചു. എന്നാൽ കോപം കൊണ്ട് സരസ്വതിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ശ്രീഹരിയുടെ മുമ്പിൽ വെച്ച് തന്നെ സരസ്വതി അവളുമായിട്ട് തുളസിയുമായിട്ട് വഴക്കുകൂടി അവളെ പ്രഹരിക്കുകയും ചെയ്തു. അപമാനവും ലജ്ജയും സഹിക്കാനാതെ തുളസി മറഞ്ഞു അവിടെ നിന്ന്. തുളസീദേവിക്ക് യോഗസിദ്ധി സമ്പൂർണമായും ലഭിച്ചിരുന്നു. ജ്ഞാനികൾക്ക് സിദ്ധസ്വരൂപിണിയായിരുന്ന അവൾ കോപത്താൽ വിഷ്ണുവിന് പോലും അദൃശ്യമായി തീർന്നു. തുളസീദേവി അദൃശ്യയായി തീർന്നപ്പോൾ ശ്രീഹരി അക്കാര്യം സരസ്വതിയെ അറിയിച്ചിട്ട് അവളുടെ അനുവാദവും വാങ്ങിക്കൊണ്ട് തുളസീവനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് നന്നായി കുളിച്ച ശേഷം ഹരി സാധ്വിയായ തുളസിയെ പൂജിക്കുകയും ധ്യാനിക്കുകയും ഭക്തിപൂർവം സ്തുതിക്കുകയും ചെയ്തു. ലക്ഷ്മി ബീജമായിട്ടുള്ള ശ്രീം, മായാബീജമായിട്ടുള്ള ഹ്രീം, കാമബീജമായിട്ടുള്ള ക്ലീം, വാണീബീജമായിട്ടുള്ള ഐം എന്നീ ബീജാക്ഷരങ്ങളോടുകൂടി ചതുർത്ഥ്യ അന്തമായ വൃന്ദാവനീ ശബ്ദം സ്വാഹാന്തമായുള്ളതാണ് ദശാക്ഷരാത്മകമായ തുളസി മന്ത്രം. എന്താ അത്? തുളസി മന്ത്രം, തുളസിയെ ജപിക്കാനുള്ള തുളസിയുടെ മൂലമന്ത്രമാണ്. എന്താന്നുള്ളത് പറയുന്നത്. എന്താണതെന്ന് ചോദിച്ചാൽ ശ്രീം ഹ്രീം ക്ലീം ഐം വൃന്ദാവന്യൈ സ്വാഹ. ഇതാണ് തുളസിയുടെ മൂലമന്ത്രം. ശ്രീം ഹ്രീം ക്ലീം ഐം വൃന്ദാവന്യൈ സ്വാഹ. കൽപ്പവൃക്ഷ സമാനമായ ഈ മന്ത്രം കൊണ്ട് വിധിയനുസരിച്ച് ആരാണോ പൂജിക്കുന്നത് അവർക്ക് സർവസിദ്ധികളും ലഭിക്കുമെന്നതാണ് ഇവിടെ പറയണത്.
നെയ്വിളക്ക്, ധൂപം, സിന്ദൂരൻ, നൈവേദ്യം, പുഷ്പം എന്നീ ഉപചാരങ്ങളോടുകൂടി ഹരി അവളെ പൂജിച്ചു. സ്തോത്രങ്ങളെ കൊണ്ടൊക്കെ സ്തുതിച്ചു. എന്തായാലും തുളസി വൃക്ഷത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട പ്രസന്നയായി വിഷ്ണുവിന്റെ ചരണകമലങ്ങളിൽ വണങ്ങി. വിഷ്ണു അപ്പോൾ അവൾക്ക് നീ സർവപൂജിയായി ഭവിക്കുമെന്ന് വരം നൽകി. ഹേ സുന്ദരി, ഞാൻ നിന്നെ എൻ്റെ ശിരസിലും മാറിലും ധരിക്കും. സുരാദികളെല്ലാം നിന്നെ സ്വന്തം ശിരസിൽ ധരിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് ആ വിഷ്ണു സ്വഗൃഹത്തിലേക്ക് പോയി. അപ്പോഴാണ് നാരദൻ ചോദിച്ചത്, തുളസിയുടെ ധ്യാനവും സ്തവനവും എന്താണ്? അതായത് സ്തോത്രം, സ്തവനം എന്ന് പറഞ്ഞാൽ സ്തോത്രവും എന്താണ്? പൂജാക്രമം എന്തൊക്കെയാണ്? ഇതെല്ലാം വിസ്തരിച്ച് പറയണം എന്ന് പറഞ്ഞു. നാരായണ ഋഷി പറഞ്ഞു, തുളസി അന്തർധാനം ചെയ്തപ്പോൾ വിരഹാതുരനായ ഹരി വൃന്ദാവനത്തിൽ ചെന്ന് അവളെ പൂജിച്ചു എന്ന് പറഞ്ഞുവല്ലോ. എങ്ങനെയാ പൂജിച്ചത്, എന്താ സ്തുതിച്ചത് എന്നാണ് പറയണത്. ഇനി ഇവിടെ നിന്നങ്ങോട്ട് പറയുന്നത് കുറേ ശ്ലോകങ്ങളിൽ കൂടി ആ തുളസിയുടെ സ്തുതിയാണ്. ശ്രീഭഗവാനുവാച വൃന്ദരൂപശ്ച വൃക്ഷാശ്ച യഥൈകത്ര ഭവന്തിജ വിദുർബുധാസ്തേന വൃന്ദാമത്പ്രിയാം താം ഭജാമ്യഹം. പുരാ ബഭൂവ യാ ദേവി ത്വാദൗ വൃന്ദാവനേ വനേ തേന വൃന്ദാവനീം ഖ്യാതാം സൗഭാഗ്യാം താം ഭജാമ്യഹം. അസംഖ്യേഷു ച വിശ്വേഷു പൂജിതായാ നിരന്തരം തേന വിശ്വപൂജിതാഖ്യാം പൂജിതാം ച ഭജാമ്യഹം. അങ്ങനെ വിഷ്ണു സ്തുതിച്ച സ്തുതികൾ ആണ് ഇവിടെ പറയുന്നത്. വൃക്ഷങ്ങൾ വൃന്ദരൂപത്തിൽ ഒരിടത്ത് ചേർന്ന് നിൽക്കുമ്പോൾ വിദ്വാൻമാർ അതിനെ വൃന്ദ എന്ന് പറയും. വൃന്ദ എന്ന ആ ജ്ഞാനികളെ പ്രകീർത്തിക്കുന്നു. എൻ്റെ ആ പ്രിയയെ ഞാൻ ഭജിക്കണു. വൃന്ദാവനത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് വൃന്ദാവനി എന്ന വിഖ്യാതിയായ ദേവിയെ ഞാൻ കൈവണങ്ങണു. എണ്ണമറ്റ വിശ്വങ്ങളിലെല്ലാം സദാ പൂജിക്കപ്പെടുന്നതുകൊണ്ട് വിശ്വപൂജ എന്ന വിഖ്യാതിയായ നിന്നെ ഞാൻ ഭജിക്കണു. അസംഖ്യം വിശ്വങ്ങളെ സദാ പവിത്രീകരിക്കുന്നതുകൊണ്ട് വിശ്വപാവനിയായ ദേവി എന്ന് ഞാനിതാ സ്മരിക്കണു. എത്രയോ പുഷ്പങ്ങളുണ്ടെങ്കിലും ഏതു പുഷ്പമില്ലെങ്കിൽ ദേവന്മാർ സന്തുഷ്ടരായൊന്നില്ലയോ? ഏതു പുഷ്പമില്ലെങ്കിൽ പൂജാവിധികൾ പൂർണ്ണമാകുന്നില്ലയോ? അങ്ങനെ സംശുദ്ധയായ നിന്നെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പൂജിക്കണു. ലോകത്തെ ഭക്തന്മാർക്ക് തുളസി ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആനന്ദമുണ്ടാകുക. അതുകൊണ്ട് നന്ദിനി എന്ന് വിഖ്യാതിയായിട്ടുള്ള നിന്നെ ഞാൻ പൂജിക്കണു. വിശ്വത്തിലെങ്ങും ഏത് ദേവിക്കാണോ തുല്യതയില്ലാത്തത്, അതിനാൽ തുളസി തുല്യതയില്ലാത്തത് കൊണ്ട് തുളസി എന്ന് വിഖ്യാതിയായി തീർന്ന എൻ്റെ പ്രിയയായ ഞാൻ നിന്നെ ശരണം പ്രാപിക്കണു മുതലായിട്ടുള്ള ശ്ലോകങ്ങളിൽ കൂടിയൊക്കെ അവിടെ ഗംഭീരമായിട്ട് പല ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട്, പൂജിച്ചു പോകുന്നുണ്ട്. കൃഷ്ണന്റെ ജീവന് ആധാരബോധയും കൃഷ്ണ പ്രാണേശ്വരിയുമായതുകൊണ്ട് കൃഷ്ണജീവനി എന്ന് പ്രസിദ്ധമായ നിന്നെ ഞാൻ പ്രണമിക്കണു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതേമാതിരി ഇങ്ങനെ സ്തുതിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് രമാപതി തൻ്റെ പാദപത്മം കുമ്പിടുന്ന സാക്ഷാൽ തുളസിയെ കാണാൻ കഴിഞ്ഞു. പ്രിയപത്നിയെ കണ്ട ഹരി അവളെ തൽക്ഷണം മാറോടണച്ചു പുൽകി. ഭാരതിയുടെ ആജ്ഞയും വാങ്ങിയിട്ട് സ്വഭവനത്തിലേക്ക് ചെന്ന ഹരി ഉടൻ തന്നെ അവൾക്ക് ഭാരതിയോട് പ്രീതിയുണ്ടാക്കി തീർത്തു. നീ സർവസമ്പന്ന പൂജ്യയായിത്തീരുക എന്ന വരം വിഷ്ണു അവൾക്ക് കൊടുത്തു. സകലം നിന്നെ ശിരസിൽ ചൂടും, എനിക്ക് മാന്യയും വന്ധ്യയുമായി നീ ഭവിക്കുമെന്ന് വരം കൊടുത്തു. വിഷ്ണുവരം നൽകിയതിനാൽ തുളസി പരമസന്തുഷ്ടയായി തീർന്നു. സരസ്വതി അവളെ പിടിച്ച് തൻ്റെ അടുത്തിരുത്തി. ലക്ഷ്മിയും ഗംഗയും അവളെ ഉടൻ ഗൃഹത്തിനുള്ളിലേക്ക് വിനയപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി. വൃന്ദാവനി വിശ്വപൂജിത വിശ്വപാവനി പുഷ്പസാര നന്ദിനി തുളസി കൃഷ്ണ ജീവനി, ഈ 8 നാമങ്ങളും ചേർന്ന ഈ സ്തോത്രം അർത്ഥസഹിതമാരാണോ അവളെ പൂജിക്കുന്നത്, അതിനുശേഷം ചൊല്ലുന്നത്, അവർക്ക് അശ്വമേധയാഗം ചെയ്ത ഫലം കിട്ടും എന്നിത് അവിടെ പറയാണ്. അപ്പോൾ ഈ തുളസിയുടെ 8 നാമങ്ങളെയാണ് ഇവിടെ പറയുന്നത്.
ഏതായാലും ബാക്കി ഭാഗങ്ങളെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യേ നമഃ, മഹാസരസ്വത്യേ നമഃ, മഹാലക്ഷ്മീ നമഃ, തുളസി മാതാ കീ ജയ്.